നമസ്കാരം. ഒരു പകലിന്റെ സമഗ്രമായ വാർത്താ ചിത്രം ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. ബാർക്കോഴയിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പോരാ, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. സർക്കാരിനെതിരെ കത്തോലിക്ക സഭയും. മന്ത്രി MB രാജേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന നിലപാടിൽ സർക്കാർ. അരവിന്ദ് കെജ്രിവാളിനെ ചാൾസ് ശോഭരാജിനോട് ഉപമിച്ച് പ്രധാനമന്ത്രി. കെജ്രിവാളിന്റെ അഭിമുഖമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു എന്ന വിമർശനം. ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം വലിയ നഷ്ടമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം പൂർത്തിയായി. പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവ്. അലൈൻഡ് ഇൻഡസ്ട്രീസിനെതിരെ നടപടിയെടുത്തത് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച് കുഫോസിന്റെ റിപ്പോർട്ട്. മഴയും മഴക്കെടുതിയും തുടരുന്നു. സംസ്ഥാനത്ത് 3 മരണം. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച കാർ തോട്ടിൽ വീണു. തിരുവനന്തപുരത്ത് മേൽക്കൂര ഇടിഞ്ഞു വീണ് വീട്ടമ്മ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ തിരുവനന്തപുരത്ത് BJPയുടെ മാർച്ച്. സാമ്പത്തിക പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസം. കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്ര അനുമതി. 1 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. 900 കോടി ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ, ലാത്തി വീശി പോലീസ്. അതിന്റെ ആവശ്യമില്ല. മുഖം കാട്ടിക്കട്ടെ. ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ആക്കാൻ മന്ത്രി. മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് പ്രതിയുടെ മൊഴി. ബഹളം വെച്ച കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന് പ്രതി. ന്യൂസ് 18 വാർത്ത ഫലം കണ്ടു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതയ്ക്ക് ആശ്വാസം. ചികിത്സാ സഹായത്തുക നൽകി കാറടുക്ക സൊസൈറ്റി. 1 ലക്ഷം ചോദിച്ചപ്പോൾ ആദ്യം നൽകിയത് 5000 മാത്രം. വാർത്ത വന്നപ്പോൾ 1 ലക്ഷം കൂടി നൽകി തടിതപ്പി. കൊച്ചി അവയവക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സജിത് ശ്യാം. സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാട്. പരിശോധന ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും. കടക്കാം വിശദമായി. ഇന്നത്തെ ദിവസം പ്രധാനമായി ചർച്ച ചെയ്തത് ബാർക്കോഴ ആരോപണവും അതിൻ്റെ തുടർ വാർത്തകളുമാണ്. ബാർക്കോഴ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. SP മധുസൂദന്റെ നേതൃത്വത്തിൽ DYSP ബിനുവാണ് ഈ കേസ് അന്വേഷിക്കുക. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചേക്കും. ആരോപണം ഇപ്പോൾ ഉയർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപവും സർക്കാർ ഉയർത്തുന്നുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുമെന്നും സൂചനയുണ്ട്. ബാർക്കോഴ ആരോപണം ചർച്ചയാകുന്നതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ നീക്കം. ഇന്നലെ ആരോപണമുണ്ടായതിന് തൊട്ടു പിന്നാലെ എക്സൈസ് മന്ത്രി തന്നെ രംഗത്തെത്തി വിശദീകരണം നൽകി. മന്ത്രിയുടെ രാജി ആവശ്യമടക്കം തള്ളിയെങ്കിലും വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മുന്നിൽ കണ്ട് തുടർ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ. മന്ത്രി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. SP മധുസൂദന്റെ നേതൃത്വത്തിൽ DYSP ബിനു ആരോപണം അന്വേഷിക്കും. ശബ്ദലേഖനം ഇപ്പോൾ പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചന സർക്കാർ സംശയിക്കുന്നു. ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരും.
ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം വിവാദത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു. മദ്യനയത്തിലെ മാറ്റങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് CPM വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇളവുകൾ നൽകാനുള്ള ചർച്ചകൾ മുന്നണി തലത്തിലും സർക്കാർ തലത്തിലും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ചില ഇളവുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയേക്കും. ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള ആലോചനയിൽ ഇടതുമുന്നണിയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നെന്നാണ് സൂചന. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി CPMന് പരിഗണിക്കേണ്ടി വരും. ഇതിനിടെ സർക്കാരിന് ലഭിച്ച ഓമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യനയത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിൽ വിലപേശൽ നടന്നിരുന്നുവെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം സർക്കാരിന്റെ ഈ അന്വേഷണ നീക്കം പ്രതിപക്ഷം അവർ സമ്മതിക്കുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ടൂറിസം മന്ത്രിയെ രക്ഷിക്കാനാണ് എക്സൈസ് മന്ത്രി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ മുതലാളിമാരുടെ അസോസിയേഷനിൽ ഇത്തരത്തിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ബാർക്കോഴ വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരായുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് അടിയന്തരമായ UDF ഏകോപന സമിതി യോഗം ചേർന്നത്. ആ ഏകോപന സമിതിയിലെ പ്രധാനപ്പെട്ട തീരുമാനം ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം, ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യം UDF മുമ്പോട്ട് വെക്കുക എന്നത് തന്നെയാണ്. സ്വാഭാവികമായി എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന ആവശ്യമായിരിക്കും UDF മുമ്പോട്ട് വെക്കുക. അതിന് സംസ്ഥാന സർക്കാർ വഴങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റ് സമര പരിപാടികളിലേക്ക്, തുടർ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുക എന്നതാണ് ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിലെ തീരുമാനം. ആരുടെയെങ്കിലും ഉറപ്പ് കിട്ടാതെ ഏതെങ്കിലും അസോസിയേഷന് പണം ചോദിച്ചാൽ അവരുടെ അംഗങ്ങൾ പണം കൊടുക്കുമോ? മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു അല്ല, അതൊക്കെ ഇപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. എല്ലാം കൂടി ഇപ്പൊ പറയാൻ പറ്റൂ. ഗവൺമെന്റ് ആ ആവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയട്ടെ. അല്ല, മന്ത്രിമാരെല്ലാം പലരും വിദേശത്താണ്. സ്വദേശത്തേക്ക് വരുമ്പോൾ രാജിവെക്കണമെന്നായി പറഞ്ഞത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ്? നിയമസഭ വരുമ്പോൾ മുഖാമുഖം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് ചോദിക്കാമല്ലോ. ഇതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി LDF സർക്കാരിന്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിലേക്ക് വഴി തുറന്നത് അന്നുണ്ടായ ബാർക്കോഴ വിവാദമായിരുന്നു. അതേ ആയുധം തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിനും LDF സർക്കാരിനെതിരെ തിരിച്ച് പ്രഹരിക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനെ പ്രചാരണ വിഷയമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് UDF ക്യാമ്പുകളിൽ പുരോഗമിക്കുന്നത്. ശക്തമായ നീക്കത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം കിടക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി MB രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൂറ്റനാട് ടൗണിൽ നിന്നും പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചു. ഇത് പിന്നീട് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അറസ്റ്റ് ചെയ്ത് നീക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാൻ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷം മാത്രമല്ല സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വരുന്നത്. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്നാണ് സീറോ മലബാർ സഭയുടെ നിലപാട്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണെന്നും ടൂറിസം വികസനത്തിന്റെ മറപിടിച്ച് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും ബിഷപ്പ് ജോസഫ് കരയിൽ വിമർശിച്ചു. എന്നാൽ ബാർക്കോഴ വിവാദത്തിൽ രാഷ്ട്രീയ അഭിപ്രായത്തിനില്ലെന്നും സഭ വ്യക്തമാക്കുന്നു. കേരളത്തിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്നാണ് സീറോ മലബാർ സഭയുടെ നിലപാട്. ഈ നിലപാട് തന്നെയാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എന്ന വാദത്തിൽ ബിഷപ്പ് ജോസഫ് കരിയിലും ഉയർത്തിപ്പിടിക്കുന്നത്. ആവേശമെന്ന സിനിമയിൽ
മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല, പഠിക്കുന്ന കുട്ടികളുമില്ല. ബാറിലാണ് മുഴുവൻ നേരവും, അക്രമവും അടിപിടിയുമാണ്. എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണെന്ന് സീറോ മലബാർ സഭ വിമർശിച്ചിരുന്നു. ടൂറിസം വികസനത്തിന്റെ മറപിടിച്ച് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നും എക്കാലവും സർക്കാരുകളും അബ്കാരികളും തമ്മിൽ ഒരു ബാന്ധവം പുലർത്താറുണ്ട്. മുൻകാലങ്ങളിൽ ഈ മദ്യനയ രൂപീകരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന് മുന്നേ തന്നെ കാലേക്കുട്ടി പൊതുജനാഭിപ്രായം തേടാൻ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് സർക്കാരും അബ്കാരികളും തമ്മിലാണ് നയരൂപീകരണം ചർച്ചകൾ നടക്കുന്നത്. മദ്യനയ മാറ്റത്തിലൂടെ ഇടതുപക്ഷം ജനങ്ങളെ കൗളിപ്പിച്ചിരിക്കുകയാണ്. അധികാരത്തിലെത്തിയാൽ ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്നത് പാഴ്വാക്കായി. സർക്കാർ മദ്യനയം തിരുത്തണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് പുറമെ സീറോ മലബാർ സഭ കൂടി വിമർശനവുമായി രംഗത്തെത്തിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ ബാർക്കോഴ ആരോപണ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. പ്രാഥമികമായി യാതൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. 8 വർഷമായി അധികാരത്തിലല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ചില UDF നേതാക്കൾക്ക്. അവർക്ക് ചികിത്സ നൽകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. അല്ല, ഇന്നലെ എക്സൈസ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രാഥമിക ആലോചന പോലും നടത്താത്ത കാര്യങ്ങളാണ്. പ്രാഥമിക ആലോചന പോലും നടത്താത്തൊരു കാര്യത്തെക്കുറിച്ചൊരു കഥ സൃഷ്ടിച്ച് അതിനകത്ത് നിലപാട് UDFലെ ചിലർ സ്വീകരിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞ പോലെയല്ലോ പണി. വളരെ വ്യക്തമായി എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDFലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം 8 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതിനിപ്പോൾ ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒന്നാമത് ഞങ്ങളെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. എന്തായാലും ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തുടങ്ങുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നാളെയും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിധി എഴുതി 6ാം ഘട്ടം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. രാജ്യത്തിന്റെ വിധിയെഴുത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 6ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 5 മണിവരെയുള്ള കണക്ക് പ്രകാരം 57.7% പോളിംഗ് രേഖപ്പെടുത്തി. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. നിലവിൽ ബംഗാളിൽ 77.99% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് ജമ്മു കാശ്മീരിലാണ്. ഇവിടെ 51.35% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം നിരവധി മണ്ഡലങ്ങളിൽ പ്രതിഷേധവും പരാതിയും ഉയർന്നിട്ടുണ്ട്. EVM മെഷീനെതിരെയും പ്രതിപക്ഷ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന പരാതിയുമാണ് ഇന്ന് ഉയർന്നു വന്നത്. PDP പോളിംഗ് ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച് മെഹബൂബ മുഫ്തി അനന്ത്നാഗിലെ ബിജ് ബെഹ്റ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഡൽഹിയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നു. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, സുപ്രധാനമാണ് ഈ ഘട്ട തെരഞ്ഞെടുപ്പ്. 6ാം ഘട്ടം പൂർത്തിയാവുമ്പോൾ ഇനി അവശേഷിക്കുന്നത് 50-ലധികം വരുന്ന മണ്ഡലങ്ങൾ മാത്രമാണ്. 6ാം ഘട്ടത്തിലെ പോളിംഗ് പൂർത്തിയാവുമ്പോൾ പോളിംഗ് ശരാശരി കണക്കിലെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രതികരണങ്ങൾ, കണക്കുകൂട്ടലുകൾ അതെങ്ങനെയാണ്?
സജിത്ത് 5 മണി വരെയുള്ള പോളിംഗ് ശതമാന കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതനുസരിച്ച് 57.7% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം മുൻകാലങ്ങളിലും 6 മണി വരെ ഉള്ള പോളിംഗിന് ശതമാനം 63.3% കഴിഞ്ഞ 2019 രേഖപ്പെടുത്തിയെങ്കിൽ അതിന് അടുത്ത് തന്നെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾ വെച്ചു പുലർത്തുന്നത്. നിലവിൽ 58 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് നിലവിൽ ഈ ഒരു പോളിംഗ് നടക്കുകയും ചെയ്തത്. ഇതോടുകൂടി 6ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 486 മണ്ഡലങ്ങൾ അതിന്റെ വിധിയെഴുത്ത് പൂർത്തിയാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ജൂൺ 1-നാണ് അവസാന ഫേസ് നടക്കുന്നത്. അവിടെ 57 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ 77.99% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 51.35%. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ പോളിംഗ് ശതമാനം ജമ്മു കാശ്മീരിൽ ഉയർന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6ാം ഫേസിൽ കഴിഞ്ഞ 2019 15% താഴെ മാത്രമായിരുന്നു ജമ്മു കാശ്മീരിൽ പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ എന്ന് 6ാം ഫേസിൽ 2024 എത്തുമ്പോൾ 51.35% ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജാർഖണ്ഡിൽ 61.41%, ഡൽഹിയിൽ 53.73%, ബീഹാറിൽ 52.24%, ഉത്തർപ്രദേശിൽ 52.02%, ഹരിയാനയിൽ 55.93%, ഒഡീഷയിൽ 59.6% എന്നിങ്ങനെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 5 മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നണികൾ വെച്ചു പുലർത്തുന്നത്. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പലയിടങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലെ പല വിധിയെഴുത്ത് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങളുണ്ടായി. നമ്മൾ അല്പസമയത്തിന് മുമ്പ് പ്രേക്ഷകർ കണ്ട ദൃശ്യം അത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണ്. TMC പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ കല്ലേറുണ്ടാകുന്നു. ഒപ്പം തന്നെ പോലീസ് അവിടേക്ക് ഉടൻ തന്നെ കടന്നെത്തിയെങ്കിൽ പോലും തന്നെ പോലീസിന് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് അല്പസമയത്ത് മുമ്പ് പുറത്തു വരികയും ചെയ്തത്. വലിയ അക്രമ സംഭവങ്ങൾ തന്നെയാണ് ബംഗാൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 6 ഫേസിലും ഇതേ രീതിയിൽ തന്നെ സമാനമായ സാഹചര്യമാണ്, സംഘർഷാവസ്ഥ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഫേസുകളിലൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചതുപോലെ തന്നെ ഇത്തവണയും EVM മെഷീനിലെ മന്ദത, ഒപ്പം തന്നെ അതിൽ ചാർജ് കുറവാണെന്നുള്ള ആരോപണം, കൂടാതെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ ബൂത്ത് ഏജന്റുമാരെ കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഇന്നും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ആം ആദ്മിയും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ EVM മെഷീന്റെ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി അറിയിച്ചു. ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ ഈ പരാതി ഉന്നയിച്ചു എങ്കിൽ പോലും തന്നെ അതൊക്കെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കാണാൻ സാധിച്ചത്. എന്തായാലും പലയിടത്തും അക്രമ സംഭവങ്ങളുണ്ടായി. ഏതായാലും നിലവിൽ 5 മണി വരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 57.7% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യം വിധി എഴുതുകയാണ്. 6ാം ഘട്ടത്തിലെ പോളിംഗ് അവസാന ഘട്ടത്തിൽ അത് അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിയുന്നു. അങ്ങനെയെങ്കിൽ പോളിംഗ് സമയം അവസാനിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ കണക്കെടുപ്പിൻ്റെ സമയമാണ്. 7ാം ഘട്ടം അതിസുപ്രധാനവുമാണ്. ദേശീയതലത്തിൽ ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. ഡൽഹി വിധി എഴുതുന്നതിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാൾസ് ശോഭരാജിനോടാണ് പേര് പരാമർശിക്കാതെ മോദി കെജ്രിവാളിനെ ഉപമിച്ചത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് കെജ്രിവാളിനെതിരെയുള്ളത്. അത്തരമൊരു ആളുടെ അഭിമുഖമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും CNN ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. दिल्ली के मुख्यमंत्री अरविंद केजरीवाल वो ये कह रहे हैं कि मतलब वो इकोसिस्टम या वो खुद इसको अपनी जीत बता रहे हैं, जैसे घोटाला हुआ नहीं, वो कह रहे हैं कि मुझे चुनाव जिताओगे तो मैं जेल नहीं जाऊंगा, वो कह रहे हैं कि ये बेल है, मेरी जीत है. इसको आप किस तरह से देखते हैं सर? ऐसा है कि मैं व्यक्तिगत उनका जो मामला चल रहा है उस पर कोई भी टिप्पणी करूं उचित नहीं है. मैं तो अदालत ने क्या कहा उसके पर अगर ध्यान केंद्रित करूं तो शराब घोटाले में हाईकोर्ट की टिप्पणी क्या है, मैं उसको तो मानूंगा. एजेंसी ने क्या किया है छोड़ो, किसी बीजेपी स्पोक्स पर्सन ने क्या कहा है वो छोड़ो, वो स्वयं क्या कहते हैं वो छोड़ो. हाईकोर्ट ने शराब घोटाले के लेके बारे में जो कहा है और बहुत ही कड़ी टिप्पणी की है. अब चिंता का विषय ये है देश में कि सार्वजनिक जीवन में कोई जिम्मेवारी नहीं रहेगी. एक जमाना था स्कूल में कोई बच्चा कॉपी करता है और पकड़ा जाए तो महीने भर स्कूल नहीं आता था. उसके माँ बाप भी शर्माते थे, यार मेरा बेटा एग्जाम में कॉपी करने में पकड़ा गया था. ये स्थिति थी. यानी इन चीजों को बुरा माना जाता था हमारे समाज में.
आज बेशर्मी के साथ सजा जिनको हो चुकी है, जिन पर गंभीर आरोप लगे हैं, उनको कंधे पे लेकर के आप सार्वजनिक रूप से नाच रहे हो। ये जो पतन हुआ है वो चिंता का विषय है। मुझे कोई पर्सन से लेना देना नहीं है। मैं तो हैरान हूं कि कोई अखबार वाला किसी भ्रष्ट व्यक्ति का इंटरव्यू लेने जाए। एक चार्ल्स शोभराज मैंने अखबार देखा था कि लोग इसका इंटरव्यू करने जाते थे, और आज मैं देख रहा हूं। കഴിഞ്ഞ 10 വർഷമായി ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം അനുഭവപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് തനിക്ക് വേദനയുണ്ടാക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അത് ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവമാണെന്നും CNN ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. ये बात देश में बहुत है कि ऑपोजिशन स्ट्रांग नहीं है मोदी जी के खिलाफ। ऑपोजिशन स्ट्रांग नहीं हो पाया। इसका एक बड़ा कारण ये भी कि ऑपोजिशन के जो नेता हैं, जो कैंपेन लीड कर रहे हैं, एक तरह से राहुल गांधी हैं, 2 दशक से ज़्यादा राजनीति में है, पर एक कुछ लोगों का कहना है कि वो मैच्योर उतना नहीं हो पाए। और कुछ लोग ये भी कहते हैं कि शायद राहुल गांधी सबसे बड़ा एक एसेट है बीजेपी का, क्योंकि वो ऐसी अब बयान देते हैं कि आपको उससे और एमुनिशन मिलता है कांग्रेस को एक्सपोज करने के लिए। आपको लगता है राहुल गांधी की जो ये कमी है उसका देखिए, मैंने अभी तक आपके एक भी प्रश्न का जवाब किसी व्यक्ति के संदर्भ में नहीं दिया है। तो मैं किसी के नाम का अपने उल्लेख किया, इससे मुझे कोई लेना देना नहीं। मैं जनरल वे में आपको जवाब दूंगा। लोकतंत्र के लिए बहुत आवश्यक है कि एक बहुत ही मजबूत विपक्ष हो, बहुत ही सजग विपक्ष हो, और सरकार को तलवार की नोक पर चलने के लिए मजबूर करे, ऐसा विपक्ष होना ही चाहिए। इस देश में भरपूर टैलेंट है, उनको अवसर दिया जाए। मुझे लगता था कि 2014 से 2024 एक अच्छा विपक्ष मुझे मिलता। मेरे भी जीवन में कोई कहेगा क्या कमी है, तो अब अच्छे विपक्ष का अभाव ही मैं कमी महसूस करता हूँ, क्योंकि उनसे मुझे कोई पॉजिटिव कंट्रीब्यूशन मिल ही नहीं रहा है। मैं तो सोच रहा था इन लोगों ने 60 साल सरकार चलाई है, तो मुझे सरकार चलाने में सुविधा होगी। मैं जाते आते पूछ लूँगा, बेचारे बताइए क्या करना है क्या नहीं। प्रणब मुखर्जी साहब थे तब तक मुझे थोड़ा बेनिफिट होता था, वो अपने अनुभव मुझसे शेयर करते थे। विपक्ष किसी भी प्रकार से काम नहीं आया। देश हित के अत्यंत महत्वपूर्ण निर्णय जो कभी उनकी खुद की पार्टी के मैनिफेस्टो में है, वही आज उनको पॉलिटिकली बेनिफिट लेने के लिए उसे उल्टा करना। लेकिन मैं इस बात से सहमत हूं कि भारत जैसे लोकतंत्र में मजबूत विपक्ष होना चाहिए, सक्रिय विपक्ष होना चाहिए, बहुत ही वेल ट्रेड वेल इन्फॉर्म्ड विपक्ष होना चाहिए। ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് 4ാം തവണയാണ് പ്രധാനമന്ത്രി ന്യൂസ് 18 നെറ്റ്വർക്കിന് അഭിമുഖം നൽകുന്നത്. പ്രധാനമന്ത്രി ഇത്രയും അഭിമുഖം നൽകിയ രാജ്യത്തെ ഏക വാർത്താ ശൃംഖലയും ന്യൂസ് 18 നെറ്റ്വർക്കാണ്. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ഇനിയൊരു ഇടവേളയാണ്, വേഗത്തിൽ തിരിച്ചു വരാം. Climax, Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions.
ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. Be the change, be the future with Jain deemed to be University Kochi. സ്പെഷ്യൽ പാർട്ട്ണർ അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. വിളമ്പാം നല്ല വിശേഷം. മടങ്ങി വരുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. ബാർക്കോഴ ആരോപണത്തിലുണ്ടാകുന്ന ഒരു ട്വിസ്റ്റാണ്. ബാർക്കോഴ ആരോപണത്തിൽ നിന്നും പിന്മാറി അനിമോൻ. സന്ദേശം തെറ്റിദ്ധാരണയുണ്ടാക്കി. ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെല്ലാം. പണം ചോദിച്ചത് സംഘടനയ്ക്ക് ഭൂമി വാങ്ങാനാണ് എന്നുമാണ് അനുമോന്റെ വിശദീകരണം. ബി അരുൺ ചേരുന്നു. അരുൺ, സുപ്രധാനമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിലുണ്ടാവുന്നത്. ഈ ആരോപണം, ഈ ശബ്ദ സന്ദേശം അനുമോന്റേതായിരുന്നു, ഇടുക്കിയിലെ ബാർ ഉടമകളുടെ സംഘടനാ നേതാവിൻ്റേത്. അദ്ദേഹം ഇപ്പോൾ ഈ സന്ദേശം നൽകുമ്പോൾ എന്താണ് ഈ ആരോപണത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നു എന്നതാണോ? ആരോപണത്തിൽ നിന്ന് പിന്മാറുകയാണ് അനിമോൻ. ആ രീതിയിലാണ് ഈ ഒരു വാട്സാപ്പ് സന്ദേശം ഈ ബാർ ഉടമകളുടെ അംഗങ്ങൾക്ക്, ബാർ ഉടമ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അദ്ദേഹം നൽകിയത്. ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും ചർച്ചയുമാണ് കമ്മിറ്റിയിൽ നടന്നത്. അതിനുവേണ്ടിയാണ് പണം വാങ്ങാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നറിയാം. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ്. പക്ഷേ അതിന് ഉദ്ദേശിച്ച അർത്ഥങ്ങളല്ല വന്നത്. എല്ലാവരും സമയത്ത് പൈസ കൊടുക്കാത്തത് കൊണ്ട് ആധാരം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുനിൽ സംഘടനയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞു. അതൊരു മര്യാദഘട്ട വർത്തമാനമായി പോയി. ആ സംഭവമാണ് പറഞ്ഞത്. അതിന്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞതൊന്നും ഉദ്ദേശിച്ചതുപോലെ ആയില്ല. ഇതുമൂലം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായാൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ അയച്ച മെസ്സേജ് തെറ്റിദ്ധാരണയുണ്ടാക്കി. ബാർ ഹോട്ടൽ നടത്തിപ്പുകാരായ സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. സർക്കാരിനും ഭരണമുന്നണിക്കുമെതിരെ ആരോപണം ഉണ്ടാക്കാൻ ഇടയാക്കി. ഇത് എന്ന് പിന്നീടുള്ള സംഭവം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണ് അനിമോൻ ചെയ്യുന്നത്. ബാർ ഉടമകളുടെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ ആധാരം നടത്തുവാൻ ബന്ധപ്പെട്ടാണ് പിരിവ് നടത്തിയത്. ആ പിരിവ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. അനിമോൻ വേറെ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെ സുനിൽ ഉന്നയിച്ചിരുന്നു. അത്തരം ആരോപണങ്ങൾ അദ്ദേഹം തള്ളുന്നു. ഞാൻ ഒരു സംഘടനയും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈഡേ പിരിക്കാനോ സർക്കാർ നൽകാനോ ആണ് പണം തിരിച്ചതെന്ന ആരോപണം പൂർണ്ണമായും വിഴുങ്ങുകയാണ്. അരുൺ ഒന്ന് തുടരുക. കെ അനിൽകുമാർ CPM നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, അനിമോൻ അദ്ദേഹത്തിന്റെ ഈ ശബ്ദ സന്ദേശത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പിൻവലിക്കുകയാണ്. തനിക്ക് തെറ്റിപ്പറ്റി, തെറ്റിദ്ധാരണയുണ്ടാക്കി, താൻ സർക്കാരിൽ നിന്ന് ആരും പണം സ്വീകരിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നിങ്ങൾക്കേറെ അനുകൂലമായ ഒരു പിന്മാറ്റമാണ് അദ്ദേഹത്തിൻ്റെത്. ഇല്ല, അനിമോന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സർക്കാരിനെതിരായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അപ്രകാരം പണം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ പിന്നാലെ കുറെ ആളുകൾ നടക്കുന്നുമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പണം കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് അങ്ങനെ പണം കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവർ പണം തരണം എന്നാണ് അദ്ദേഹം ക്യാൻവാസിക്കുന്നത്. ആ സംഭാഷണത്തിൽ തന്നെ ഇപ്രകാരം യാതൊരു പണവും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരവിടെ ഉണ്ട് എന്ന കാര്യവും അത് ആ സംഘടനയുടെ തർക്കത്തിന്റെ ഭാഗമാണ് എന്നും നന്നായി ശ്രദ്ധിച്ച് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ പണം നൽകിയതായിട്ട് അനിമോൻ പറയുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ സ്ഥാപനത്തെ കുറിച്ചാണോ അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കി ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല. മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഒരു വസ്തുതയുള്ളത് ഏതാണ്ട് 4 കോടിയോളം രൂപ അവരിപ്പോ പിരിച്ചെടുത്തിട്ടുള്ളത് അവരുടെ ഒരു കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ഏതൊരു മാധ്യമ പ്രവർത്തകർക്കും അത് ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആ കെട്ടിടം വാങ്ങാൻ വേണ്ടിയുള്ള ഇടപാടുകൾ നടന്നത് ജനറൽ ബോഡി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. ആ ജനറൽ ബോഡി യോഗം മുമ്പ് നടന്നു പോയതാണ്. അപ്പം അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇക്കാര്യം പറഞ്ഞുള്ള മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ വാദങ്ങളൊന്നും അതുകൊണ്ട് തന്നെ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അവിടെ ഒരു പിരിവ് നടന്നുള്ള വസ്തുതയാണ്. ഇനി നമുക്കറിയേണ്ടത് ഇവർ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഒരു വസ്തു വാങ്ങുന്നുണ്ടോ, അവിടെ PMGയുടെ കൂടെ വാങ്ങുന്നുണ്ടോ എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടത്. പക്ഷെ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും ഇതിലെ പിരിവുമായി ബന്ധപ്പെട്ടും ലഭിക്കുന്ന പണം കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കെട്ടിടം വാങ്ങാൻ ഉപയോഗിക്കാതെ പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള ഒരു പരാതിയാണ് വിജിലൻസിനും മുഖ്യമന്ത്രിക്കും കിട്ടിയത്. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു.
അങ്ങോട്ട് തർക്കം കിടക്കുമ്പോഴാണ് അനിമോന്റെ ഈ സന്ദേശം വരുന്നത്. അതിൽ നിന്ന് വ്യക്തമാകാൻ കഴിയുന്ന കാര്യം എന്താണ്? ആ സംഘടനയിൽ എന്തോ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇക്കാര്യങ്ങൾ ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ അതിന്റെ വസ്തുതകൾ കൂടുതൽ വ്യക്തമായി എന്നുള്ളേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ അനിമോൻ വെളിപ്പെടുത്തിയത് യാവും തന്നെ, അല്ലെങ്കിൽ ആ സംഭാഷണത്തിലെ ഒരു വരി പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ആർക്കെങ്കിലും തലകുനിക്കേണ്ടതായ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കുറെ കൂടെ വ്യക്തമായി. എന്താണോ ഞങ്ങൾ പറഞ്ഞത് അത് കുറെ കൂടെ വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അപ്പോൾ ഏത് തരത്തിൽ നടക്കും? ഇദ്ദേഹം ഈ ആക്ഷേപത്തിൽ നിന്ന് പിന്മാറുകയാണ്. അല്ല, അദ്ദേഹം പിന്മാറിയാലും ഇല്ലെങ്കിലും ഇപ്രകാരം ഒരു പിരിവോടെ നടക്കുന്നുണ്ടോ എന്നൊരു കാര്യം പരിശോധന സർക്കാർ നടത്തും. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തിന്റെ മറവിൽ തെറ്റായ നിലയ്ക്ക് ഇപ്രകാരം ആരും ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത സർക്കാരുണ്ടാവും. മാത്രമല്ല, ഇന്നലെ ബാർ ഉടമകൾ വ്യക്തമാക്കി, UDF സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ ബാറുകൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വന്ന ശേഷം നിയമാനുസരണം അവർക്ക് തുറക്കാനുള്ള അനുവാദം കിട്ടി. മാത്രമല്ല, ഓൺലൈനിലാണ് ഇപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പണം മുടക്കേണ്ടി വന്നിട്ടില്ല. സ്ഥാപനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത്. അതെ, അതാണ് സാഹചര്യം. താങ്കൾ ദയവായി താങ്കളൊന്ന് തുടരുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിയുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ ആക്ഷേപത്തിൽ നിന്ന് ഈ ബാറുടമ അനുമോൻ പിന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല. അല്ല, അപ്പൊ ഇടതുപക്ഷവും അനുമോനും തമ്മിൽ നല്ല ബന്ധമാണെന്നുള്ള വളരെ ക്ലിയർ ആയി. ഇതിനേക്കാൾ ഇവിടെ വളരെ കൃത്യമായിട്ടല്ലേ പുള്ളി ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സംസാരം വന്ന ഫോൺ സംസാരം വന്നത്, അത് പുറത്ത് ജനമധ്യത്തിൽ വന്നു കഴിഞ്ഞപ്പോ അത് ഒച്ചപ്പാടായി, പ്രതിപക്ഷം ടേക്കപ്പ് ചെയ്തു. അപ്പൊ അനുമോന് ഇപ്പോ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്ന്. അനുമാനം തടിയൂരി, ഭരണകക്ഷി തടിയൂരി. അപ്പൊ ഇത് രണ്ടും ഒത്തുകളിക്കുകയാണെന്നുള്ള ആർക്കാണ് അറിവില്ലാത്തത്? വളരെ കൃത്യമായി സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും ഇത് ബോധ്യപ്പെടുന്നതല്ലേ? അതുകൊണ്ട് ഈ കള്ളക്കളി പുറത്തു വരണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ശക്തമായ രൂപത്തിലുള്ള അന്വേഷണം വേണം. വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിനായിട്ട് ഇൻവോൾവ് എന്നുള്ളതാണ് ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ സർക്കാർ ഈ അന്വേഷണം പ്രഖ്യാപിച്ചു, അതിന്റെ ഒരു സമ്മർദ്ദത്തിൽ അദ്ദേഹം ആക്ഷേപത്തിൽ നിന്ന് പിന്നോട്ട് പോയി, അങ്ങനെയാണോ കരുതുന്നത്? അല്ല, സർക്കാരിന്റെ അന്വേഷണം സർക്കാർ നടത്തുന്നു, സർക്കാരിന്റെ ആളുകളെ വെച്ച് അന്വേഷിപ്പിക്കുന്നു. ഇതല്ലേ കാര്യം. സർക്കാരിന് വേണ്ടി സർക്കാർ നിയോഗിച്ച സർക്കാർ കമ്മീഷൻ അവരല്ലേ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സത്യം പുറത്തു വരികയില്ല എന്നുള്ളത് കൃത്യമല്ലേ. ആ സത്യം പുറത്തു വരത്തക്ക വിധത്തിലുള്ള നടപടി വേണം. അന്വേഷണത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അനുമോൻ തന്നെ കൂറുമാറി, ഞാനും ഇതിനകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പ്രതി ഒന്നായി, അതുകൊണ്ട് കേസ് ഇല്ലാതാകുമോ? അല്ല, ഈ ഒരു ഞങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു, ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് കോഴ കൊടുക്കേണ്ടി വന്നു എന്ന പരാതി ഉന്നയിക്കാൻ ഒരാളില്ലാത്ത പശ്ചാത്തലത്തിൽ പിന്നെ എങ്ങനെ ഈ ആക്ഷേപം നിലനിൽക്കും? അങ്ങനെ ഒരു പ്രശ്നമില്ലേ? ആളില്ല, ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും പുറകെ വരാൻ പോകുന്നതല്ലേ. അനുമോൻ പണം തിരിച്ചതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ വീഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. അതാണ് അനുമോൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അനുമോൻ ആർക്ക് വേണ്ടി ഇത് പറയുന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവില്ലേ? കള്ളം കപ്പലിൽ തടി ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമല്ലേ. താങ്കൾ ഒന്ന് തുടരുക. അനിൽകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്, CPM നേതാവ്. അനിൽകുമാർ, നിങ്ങൾ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൻ്റെ ഭയത്തിൽ അനുമോൻ അദ്ദേഹത്തിന്റെ ആക്ഷേപം പിൻവലിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അല്ല, അനുമോന്റെ ഇന്നലത്തെ ഈ പുറത്തു വന്നിട്ടുള്ള വാട്സാപ്പ് ഭാഷണത്തിൽ എവിടെയും സർക്കാരുമായി ബന്ധപ്പെട്ടോ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ LDFുമായി ബന്ധപ്പെട്ടോ ആരെയും പരാമർശിച്ചിട്ടില്ല. രാഷ്ട്രീയമായ പങ്കാളിത്തമുള്ള ഒരു സംഭാഷണം അതിനകത്ത് കേട്ടില്ല. ഒരു സംഘടനാ ജീവിതത്തിൽ പിരിവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതില്ല വേറൊരു കൂട്ടർ പറയുന്നു. ഈ ഒരു കാര്യത്തിന്റെ വ്യത്യസ്തത നമ്മളവിടെ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട അവർ തമ്മിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. സർക്കാർ പരിശോധിക്കുന്നത് കേരളത്തിലെ ബാർ ഉടമകളിൽ നിന്നും ഇപ്രകാരം നയമാറ്റത്തിന്റെ ഭാഗമായി പണം പിരിക്കുന്നുണ്ടോ. ആദരണീയനായ ശ്രീ തിരുവഞ്ചൂരിലൂടെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് തെളിവ് നൽകാം. കേരളത്തിലെ ഏതാണ്ട് ഇപ്പോ 10-11 ബാർ ഉടമകളില്ലേ, പണം നൽകി ഏതൊരാൾക്കും തെളിവ് നൽകാം. ആ എല്ലാ തെളിവുകളും സ്വീകാര്യമാണ്. ആ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാക്കട്ടെ. അതിനിപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷണം വിശ്വാസം ഇല്ലാത്തവരോട് പറയുകയാണ്, നിങ്ങൾ മാധ്യമങ്ങളോട് പറയും. ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്ത് ഇന്നും വെളിപ്പെടുത്താം, അദ്ദേഹത്തിന്റെ അറിവ് വെളിപ്പെടുത്താം. ഇന്ന ബാറിൽ നിന്ന് ഇത്ര രൂപ ഇതിനു വേണ്ടി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് നയമാറ്റത്തിന്റെ ഭാഗമായി. എന്തായാലും
അവരെന്തെല്ലാം പണം ശേഖരിക്കുന്നില്ല പറഞ്ഞു. ഒരാളില്ലേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായി ബന്ധമുള്ള ഇവിടുത്തെ ബാർകോട്ടിലുടക്കില്ലേ, അവരാരെങ്കിലും ഒരാൾ പറയട്ടെ എന്താ സംഭവിച്ചതെന്ന്. ഇക്കാര്യത്തിൽ ഈ പറയുന്ന അനിമോന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള പിരിവ് നടന്നു നയമാറ്റവുമായി ബന്ധപ്പെട്ട് മഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതൊന്നും നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളല്ല. ശീലം നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് തന്നെ ചോദിക്കാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിങ്ങൾക്ക് തെളിവുണ്ടേ നിങ്ങൾ കാണിക്കൂ. ഇപ്പോൾ ഒരു പരാതിക്കാരനില്ല, പിന്നെ എങ്ങനെ തെളിവില്ലാതെ ഈ ആക്ഷേപം നിലനിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നവർ. തെളിവ് കൊടുക്കേണ്ടത് ആരുടെ പക്കൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണെന്ന് തെളിവ് കൊടുക്കുന്നതിന് അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ തെളിവ് എന്താ? എന്നാ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് അന്വേഷണം നടത്തിയ പോരെ? ഇതാണത് അന്വേഷണമായി ഇത് വരികയും ചെയ്യും. അതിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലാതെ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് മുന്നോട്ട് വരട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നും ഭയപ്പെടില്ലെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനാ? അതായത് ജുഡീഷ്യൽ അന്വേഷണം എല്ലാവർക്കും അത് അപ്രോച്ചബിൾ അല്ലേ? അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ലേ മറ്റൊരു ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണ് ബഹുജനങ്ങളുടെ ആഗ്രഹം. ശരി, അനിൽകുമാർ, നിങ്ങളൊരു സേഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ആക്ഷേപം ഉന്നയിച്ചവർ തന്നെ ആ ആക്ഷേപത്തിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കൂടുതൽ കൃത്യതയ്ക്ക് വേണ്ടി ഈ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചാൽ ഈ ആക്ഷേപമേ ഇല്ലാതായി പോവില്ലേ? അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അനിമോൻ പറയുന്ന ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ അപ്പുറത്ത് മറ്റൊരു കാര്യം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ന് വെളിപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനോട് ഞാൻ അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വെളിപ്പെടുത്താം. അദ്ദേഹത്തിന് അറിവുണ്ടെങ്കിൽ ആരെ കൊണ്ടെങ്കിലും വെളിപ്പെടുത്തിക്കാം. അനിമോൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കാര്യം പറയുന്നു, വീഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ വാട്സാപ്പ് സന്ദേശത്തിൽ മറ്റൊരു കാര്യം പറയുന്നു. എന്ത് കാര്യമാണെങ്കിലും അനിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കപ്പുറത്ത് മറ്റൊരു കാര്യം പറയാൻ സാധ്യമാകുന്ന ആര് എന്ത് പറഞ്ഞാലും സർക്കാർ അവിടേക്ക് അന്വേഷിക്കാം. അതിന് കൈവശമുള്ളവർ പറയണം. അല്ലാണ്ട് കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറയും. അത് ഏത് ജഡ്ജിയുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പറയണം എന്നൊന്നുമില്ല. മാധ്യമങ്ങളോട് പറയട്ടെ. വസ്തുതകൾ മാധ്യമങ്ങളുടെ ല്ലോ എല്ലാവരുടെ പക്കൽ നിന്നും അവർ സർക്കാർ അവരോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കൈവശമുള്ളത് പറയണം. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എങ്ങനെയാ? സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തെറ്റായ കാര്യം ചെയ്തെങ്കിലും സർക്കാരിനെ ബാധിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട എം പി രാജേഷ് പറയുന്നത് അങ്ങനെ സർക്കാരിനെ തെറ്റായ നിരത്ത് ഒരു ആഖ്യാനം ഉണ്ടാക്കാനും കരിവാരിത്തേക്കാനും ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേര് പറിക്കുന്ന അന്വേഷണമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് സർക്കാരിനെ സഹായിക്കാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനോട് അപേക്ഷിക്കുന്നു. അദ്ദേഹം കൂടി മുൻകൈ എടുത്ത് വിവരങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശ്രീ അനിൽകുമാർ, ഈ ആക്ഷേപം ഉയർന്നതിന് പിന്നിൽ ഇത് ഈ ബാർ ഉടമകളുടെ സംഘടനയ്ക്കകത്തെ തർക്കത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സർക്കാരിനെ കൊടുക്കാൻ വേണ്ടി അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചേക്കാം. അങ്ങനെ ഒരു ചിന്ത ഏതെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റിനെതിരായിട്ടാണ് പരാതി. ഇങ്ങനെ പിരിക്കുന്ന പണം എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായി ഉപയോഗിക്കുന്നു, ആഫീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി. രണ്ടാമത്തെ പരാതി നയമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പണപ്പിരികൂടെ നടക്കുന്നു. ഈ രണ്ട് പരാതികളാണ് സർക്കാരിന് മുന്നിൽ വന്നത്. സർക്കാർ അപ്പോൾ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് വിജിലൻസിനെ ചുമതലപ്പെടുത്തി. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അനിമോൻ ഏതെങ്കിലും കാര്യത്തിൽ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തുന്ന മുമ്പ് സർക്കാർ തുറന്ന അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശരി, അതവിടെ നിൽക്കുമ്പോഴാണ് അനിമോന്റെ കാര്യം കൂടെ വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു തന്ത്രമല്ല എന്നുള്ളത് ഞങ്ങളുടെ സംശയം. എന്താണ് സംശയത്തിന് കാരണം? ബാർ ഹോട്ടലുകളുടെ സമയം കൂട്ടാൻ പോകുന്നുവെന്നും ഡ്രൈ ഡേ എടുത്തു കളയാൻ പോകുന്നുവെന്നും വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമവും ഇവിടെ നടക്കുന്ന ഒരു അന്വേഷണത്തെ കുറിച്ച് പറയുന്നില്ല. എന്താണ് ആ വാർത്ത മറച്ചു വയ്ക്കപ്പെട്ടത്? ആ വാർത്ത വെളിപ്പെടുത്താഞ്ഞത് ഈ അന്വേഷണം അവരുടെ അതിൽ അറിവില്ലാതെ വന്നതാണോ? അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ സർക്കാർ സത്യസന്ധമായിട്ടും കിട്ടിയ പരാതിയിൽ അന്വേഷിക്കാൻ തയ്യാറായി. ആ അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് അനിമോന്റെ വാട്സ്ആപ്പ് സന്ദേശം വരുന്നത്. സ്വാഭാവികമായും കൂടുതൽ തീവ്രതയോടെ സർക്കാർ അന്വേഷിക്കാൻ പുറപ്പെടുന്നു. അനിമോൻ പറയുന്നിടത്തല്ല ഇപ്പൊ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് വേണം? എന്തെങ്കിലും വ്യത്യസ്ത അനുഭവങ്ങളുള്ളവർ ഉടൻ പറയണം. അവരോട് കേരളത്തിലോട് നമ്മൾ അപേക്ഷിക്കുന്നു. സർക്കാരിന് വേണ്ടി, ഇവിടുത്തെ LDF-ന് വേണ്ടി, CPM-ന് വേണ്ടി ഞങ്ങൾ അവരോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ പറയണം. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യതയുള്ള നിലപാടാണ്. മദ്യനയ മാറ്റത്തിന്റെ പേരിൽ
ആര് പണപ്പിരിവ് നടത്താനും സംഘടനാ നേതാവിനെയോ ബാർ ഹോട്ടൽ ഉടമകളെയോ അവരുടെ ഏതെങ്കിലും കമ്മിറ്റിയെയോ ഒരു വ്യക്തിയെയോ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചുമതലപ്പെടുന്ന രീതിയും നമുക്കില്ല. അതുകൊണ്ട് അവർക്ക് വിവരങ്ങൾ തരാം. അതാരും ഭയപ്പെടാതെ തന്നെ പൊതുസമൂഹത്തോട് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ സംവിധാനം അവരെ സംരക്ഷിക്കും. അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ്. തീർച്ചയായിട്ടും എന്തായാലും സംരക്ഷണം ഉറപ്പ് കൊടുക്കുന്നു. എന്തായാലും തീർച്ചയായും ഈ വിഷയത്തിൽ തെളിവുള്ളവർ നൽകട്ടെ എന്ന നിലപാടെടുക്കുകയാണ് CPM. അരുൺ, ഇത് അനുമോൻ ഉന്നയിച്ച ആരോപണം അദ്ദേഹം തന്നെ പിൻവലിക്കപ്പെടുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ നിലപാട് ഇനി അങ്ങോട്ട് എന്താണെന്നത് തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. കാരണം ഇത് CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അനുമോൻ ഇത്തരമൊരു നിലപാടെടുത്തതെന്നതാണ്. കോൺഗ്രസ് അത് രാഷ്ട്രീയപരമായി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് അല്ലേ? അല്ലെങ്കിൽ അങ്ങേറ്റം ഈ ഒരു പ്രതിസന്ധി പൂർണ്ണമായി മറികടക്കാൻ കഴിയുന്നതാണോ അനുമോന്റെ ഈ പിന്നോട്ട് പോക്ക്? തീർച്ചയായിട്ടും സർക്കാരിന് ആശ്വാസകരമാണ്. പക്ഷേ പ്രതിസന്ധി പൂർണ്ണമായി മറികടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആദ്യം തന്നെ പ്രതിപക്ഷം പറഞ്ഞത് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആ അന്വേഷണം സ്വീകാര്യമല്ല. ഇന്നലെ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട്, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. ഇന്ന് UDF യോഗം ചേരുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയവുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയെങ്കിലും സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് ഇത് വലിയൊരു ആശ്വാസമായി മാറുമെന്ന് ഉറപ്പാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഈ ബാർക്കോഴ ആരോപണത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് ഈ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ച ആ ശബ്ദലേഖനത്തിൻ്റെ ഉടമ തന്നെ തൻ്റെ നിലപാട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന് തീർച്ചയായും അത് ആശ്വാസകരമാണ്. പക്ഷേ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്ന ഒരു ആരോപണവുമായി മുന്നോട്ട് പോകും. ജുഡീഷ്യൽ അന്വേഷണ ആവശ്യവും നിലനിർത്തുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ അലൈൻഡ് ഇൻഡസ്ട്രീസിനെതിരെ നടപടി. കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും മലിനീകരണം നടത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ജലസേചന വകുപ്പിനെ കുറ്റപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് നേരത്തെ രംഗത്തു വന്നിരുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നായിരുന്നു വിലയിരുത്തൽ. അതേസമയം പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച് കുഫോസിന്റെ റിപ്പോർട്ട് വന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം നടത്തിയ 7 അംഗ സമിതിയുടേതാണ് ഈ റിപ്പോർട്ട്. പെരിയാറിൽ മലിനീകരണം നടത്തിയെന്ന് കണ്ടെത്തിയ കമ്പനിയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഈ അലൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിയെക്കുറിച്ച് മലിനീകരണം നടന്ന ആ തുടക്കത്തിൽ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സൂചനകൾ നൽകിയിരുന്നു. ഇവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലടക്കം ഇവിടെ മലിനജലം പുറത്തേക്ക് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന മലിനജലം അടക്കം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ളൊരു സാധ്യതകൾ അടക്കം കൽപ്പിക്കപ്പെട്ടിരുന്നു. അവർ പൊതുവിലും ഈ ശുചീകരണ കാര്യങ്ങളുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാത്തൊരു കമ്പനിയാണ് എന്നാണ് PCBയുടെ ഒരു നിഗമനമുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഇന്ന് അടച്ചുപൂട്ടലിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കമ്പനി മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. മറ്റു കമ്പനികളുടെ പ്രവർത്തനങ്ങൾ അവർ മലിനീകരണം നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള പരിശോധനകൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കമ്പനികൾക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ജലസേചന വകുപ്പിനെ കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അവരുടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഓക്സിജൻ ലെവൽ കുറഞ്ഞതാണ് ഈ ഒരു മത്സ്യക്കുരുതിക്ക് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പാതാളം റെഗുലേറ്റർ ബണ്ടിൻ്റെ ഷട്ടറുകൾ വളരെ പെട്ടെന്ന് തുറന്നതുകൊണ്ടാണ് ഈ വെള്ളം ഇരച്ച് നദിയിലേക്ക് ഒഴുകാനുള്ളൊരു കാരണം. മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു വെള്ളം അവിടെ നാളുകളായി കെട്ടിക്കിടക്കുന്നു. അതിൻ്റെ ഒരു അളവ് ക്രമാതീതമായി പുഴയിലേക്ക് വന്നതുകൊണ്ടാണ് ഓക്സിജൻ ലെവൽ കുറയാനുള്ളൊരു കാരണം. ഇത് ഒരു മത്സ്യങ്ങളുടെ ഒരു കൂട്ടക്കുരുതിയിലേക്ക് അടക്കം നയിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജലസേചന വകുപ്പിൻ്റെ കാര്യത്തിൽ ഇക്കാര്യത്തിലൊരു കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കാര്യത്തിലുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 3 മരണം. കാസർഗോഡ് മിന്നലേറ്റ് വെള്ളൂർ സ്വദേശി മരിച്ചു. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും തൃശൂർ വെള്ളറക്കാട്ട് തോട്ടിൽ വീണ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 14 വയസ്സുകാരനും മുങ്ങി മരിച്ചു. സംസ്ഥാനത്തെ തീരമേഖലകളിൽ കടലാക്രമണവും രൂക്ഷമാണ്. എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. കാസർഗോഡ് വെള്ളൂരിൽ ഇടിമിന്നലേറ്റ് വയോധികൻ മരിച്ചു. ദേവരകുത്തു ഗംഗാധര റേ ആണ് മരിച്ചത്. വീടിനകത്തിരിക്കുമ്പോൾ ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു. തൃശൂർ വെള്ളറക്കാട് 14 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. എടപ്പാളിലെ പുരുഷോത്തമൻ അബിത ദമ്പതികളുടെ മകൻ അക്ഷയാണ് മരിച്ചത്. തോട്ടിൽ വീണ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകരുകയും ചെയ്തു.
ഇരുളാവുമ്മൽ രാജീവിന്റെ വീടാണ് തകർന്നു വീണത്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലിലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നതിനിടെ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കോട്ടയം കുറുപ്പന്തറ കടവിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ കാർ കരയ്ക്കുകയും കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാറിൽ യാത്ര ചെയ്ത ശേഷം അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ കുറുപ്പന്തറ കടവിലെത്തിയത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റി ഈ തോട്ടിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു. അവിടെ കേവലം ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒരു വളവുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാതെ നേരെയും റോഡുണ്ട്. ഈ നേരെ പോകുന്ന റോഡ് ഈ തോട്ടിലേക്കാണ് പതിക്കുന്നത്. അതാണ് ഇവരെ അപകടത്തിൽ എത്തിച്ചത്. എന്തായാലും ഈ വാഹനത്തിന്റെ പിൻഭാഗത്തുകൂടിയുള്ള വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു, തോട്ടിലേക്ക് വെള്ളം വീണപ്പോൾ തന്നെ. അതുകൊണ്ടാണ് മറ്റ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. തുടർച്ചയായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറുപ്പന്തറ കടവിലെ ഈ തോടിന്റെ ഭാഗം. ഈ അപകടത്തിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും PWD അടക്കം ഒരു കൃത്യമായ സൈൻ ബോർഡുകൾ വെക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും എന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതിനകം പെടുത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് MLA മോൻസ് ജോസഫും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തൽക്കാലത്തേക്ക് ഒഴിവായി എന്നത് മാത്രമാണ് കുറുപ്പന്തറയിൽ കാണാൻ സാധിച്ചത്. ഫോർഡ് എൻഡവർ കാറാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. മഴക്കെടുതിയുടെ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് തിരുവനന്തപുരം ജഗതി സ്വദേശി ഗിരിജ. രാത്രി 12 മണിയോടെ ഓടുമേഞ്ഞ മേൽക്കുര പൂർണ്ണമായി വീടിനുള്ളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഓടുകൾ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ട് കിടക്കയിൽ നിന്നും എണീറ്റ് മാറിയതാണ് വീട്ടമ്മ രക്ഷപ്പെടാൻ വഴിവെച്ചത്. അർദ്ധരാത്രിയോടെയാണ് ജഗതിയിൽ വീട് ഇടിഞ്ഞു വീണത്. കനത്ത മഴ അനുഭവപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് ഗിരിജ എന്ന ആളാണ്. ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ച ഒരു 12 മണിയായപ്പോ അപ്പുറത്ത് അടുക്കളയുടെ തൊട്ടടുത്ത മുറിയിൽ ഒരു സൗണ്ട് കേട്ട് ഞാൻ ചാടി വീണ് എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓട് വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ എളുപ്പം ഒന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അപ്പൊ 12:05 ആവും. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിങ്ങനെ നിന്നത് ഇത് മൊത്തം താഴെ വീണു. ഫാൻ ഉൾപ്പെടെ താഴെ അങ്ങ് വീണു. കിടന്നിരുന്നെങ്കിൽ മരണം ഓക്കെ, എങ്കിൽ മോർച്ചറിയിൽ ഇന്ന് റെഡിയാവും. ഈ ശബ്ദം കേട്ട് എണീറ്റ് മാറുകയായിരുന്നു. ശബ്ദം കേട്ടോണ്ട് എന്തെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാ. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഈ ഉത്തരവും പട്ടികയെല്ലാം എല്ലാം കൂടെ ഒത്തു വീണു. ഒരു ഭയങ്കര സൗണ്ടായിരുന്നു. അയൽവക്കാരൊക്കെ എണീറ്റ് ലൈറ്റിട്ട് വന്ന എല്ലാരും ഇവിടെ വന്ന് നിന്നായിരുന്നു എന്തെന്നറിയാൻ. ഈ കിടപ്പുമുറിയും തൊട്ടടുത്തുള്ള മുറിയും പോയല്ലേ? കിടപ്പുമുറിയും തൊട്ടടുത്ത മുറി ഈ മുറിയും പോയി. 3 മുറിയും പോയി. അടുക്കള വാർത്തിട്ടതായോണ്ട് ഒന്നും പറ്റിയില്ല. അടുക്കളയും ബാത്റൂമും വാർത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമില്ല. ബാക്കി എല്ലാ മുറിയും റെഡി. ഞാൻ അൺമാരീഡാ. ഞാൻ തൈക്കാട് ES ഓഫീസിന്റെ എതിർവശത്ത് ഒരു കുഞ്ഞു തട്ടുകട നടത്തുന്നു. അത് തന്നെ ഉപജീവന മാർഗം. MLA വന്നു, കൗൺസിലർ വന്നു, പിന്നെ അസിസ്റ്റന്റ് തഹസിൽദാർ വന്നു, വില്ലേജ് ഓഫീസർ വന്നു, കോർപ്പറേഷനിൽ HR വന്നു, കോർപ്പറേഷനിൽ വേറെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മേയർ മീറ്റിംഗ് നടക്കണം, അത് കഴിഞ്ഞ് മേയർ വരും. അവരെല്ലാരും പറഞ്ഞു നഷ്ടപരിഹാരം ഉടനെ റെഡിയാക്കാന്ന്. റെഡിയാക്കിയിട്ട് പറയാം. കിടക്കാൻ ഞാൻ ആ ബ്രദറിന്റെ വീട്ടിൽ തൽക്കാലം കിടക്കും. ഇത് നാളെ കൊണ്ട് ഇത് മൊത്തം വെളിയിലാക്കിയിട്ട് ഇത് ടാർപോളിൻ മേടിച്ച് കെട്ടിയിട്ട് പിന്നെ അത് തന്നെ. ഈ വീട് അമ്മയുടെ പേരിനിരിക്കുകയാണ്. അമ്മ മരിച്ചിട്ട് 20 വർഷമായി. അപ്പൊ ഇനി അത് എന്റെ പേരിനാക്കിയ വീട് ലൈഫ് മിഷനിൽ കൊടുത്ത് ശരിയാക്കാന്ന് MLA പറഞ്ഞായിരുന്നു.
എന്തായാലും ഈ ജീവന് അപകടമൊന്നും സംഭവിക്കാതെ ഒന്നും പറ്റിയില്ല. ശരി, അത് വലിയ ആശ്വാസം. ഏതായിരുന്നാലും ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് മാറിയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഗിരിജ രക്ഷപ്പെട്ടു. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിന് ആശ്വാസമായി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. മെയ് ആദ്യവാരം ലഭിക്കേണ്ടിയിരുന്ന അനുമതി വൈകിയതാണ് തൽക്കാലത്തേക്കെങ്കിലും പ്രതിസന്ധി സൃഷ്ടിച്ചത്. 5000 കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി നേരത്തെ ചോദിച്ചപ്പോൾ കേന്ദ്രം 3000 കോടിയുടെ അനുമതി മാത്രമാണ് നൽകിയത്. അനുമതി ലഭിച്ചതോടെ അടുത്ത ആഴ്ച നൽകാനുള്ള പെൻഷനും ശമ്പള വിതരണത്തിലുള്ള പ്രതിസന്ധിയും തൽക്കാലത്തേക്കെങ്കിലും മാറുകയാണ്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി 900 കോടിയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണവും ആരംഭിക്കും. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നമസ്കാരം. ഫോൺ കോളുകൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജമ്മുകാശ്മീരിലെ PDP നേതാവ് മെഹബൂബ മുഫ്തി അന്തനാദ് മണ്ഡലത്തിലെ പോളിംഗ് നടക്കുന്നതിനിടെ മൊബൈൽ വിളി തടസ്സപ്പെടുത്തിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PDP പ്രവർത്തകരെയും പോളിംഗ് ഏജന്റുമാരെയും പോലീസ് തടങ്കലിൽ വെക്കുകയാണെന്ന് പാർട്ടി ആരോപിച്ചിരുന്നു. രാജ്യം വിട്ട ജനതാദൾ MP പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാതിരിക്കാൻ പ്രജ്വലിനോട് കാരണം തേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് റദ്ദായാൽ പ്രജ്വൽ ഒളിവിൽ കഴിയുന്ന വിദേശ രാജ്യത്തെ അനധികൃത താമസക്കാരനാവും. ബ്ലൂ കോർണർ നോട്ടീസ് ഇന്റർപോൾ 196 രാജ്യങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊയ്ബ് അഹമ്മദ് മിർസിയാണ് NIA-യുടെ പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കർണാടകയിലെ ഹുബ്ബാലി സ്വദേശിയായ മിർസിയെ 4 സംസ്ഥാനങ്ങളിലായി നടത്തിയ തിരച്ചിലിലാണ് പിടികൂടിയത്. അപകീർത്തി കേസിൽ മേധാ പട്കർ കുറ്റക്കാരിയെന്ന് കോടതി. 2001-ൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ കേസിലാണ് ഡൽഹി കോടതിയുടെ വിധി. മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. പശ്ചിമ ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂരിൽ വോട്ടെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടു. TMC BJP പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. TMCയുടെ പ്രാദേശിക നേതാവായ ഷെയ്ഖ് മൊയ്ബുൾ ആണ് മരിച്ചത്. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ.